ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ, അതായത് ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ഒരുങ്ങിയതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ മേലാറ്റൂരിൽ നിന്ന് എത്തിയത്. അപ്പോൾ വന്ന ഉടനെ തന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഞാൻ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ മുകളിലുള്ള റൂമിൽ നിന്ന് ക്ലീനിങ്ങാണ് തുടങ്ങി താഴേക്ക് എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കിച്ചുവിൻ്റെ റൂമാണ് കേട്ടോ. അച്ഛനും അമ്മയും ഇവിടെയാണ് കിടക്കാറ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് കണ്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ മാസത്തിലൊരു തവണ നമ്മൾ ഡീപ്പായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 മാസമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ വിഷുവിൻ്റെ മുന്നേ ആണ് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ റൂമിലൊക്കെ നന്നായിട്ട് മാറാല പിടിച്ചിട്ടുണ്ട്, പൊടിയുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ അടച്ചിട്ട് പോയതല്ലേ, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീടിടയ്ക്ക് അടിച്ച് പെറുക്കി ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമമാണല്ലേ മനസ്സിക്ക്. അപ്പോൾ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. 3 പേരെയും കൂടെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെയുള്ളത് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഫ്രീ ആവുകയുള്ളൂ. അതിന് മുന്നേ തന്നെ തുടങ്ങുന്ന മുന്നേ തന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാനുണ്ട്. പിന്നെ മക്കളുടെ കഴിഞ്ഞ സമയത്തെ ബുക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അങ്ങനെ റൂമിൽ കയറി മാറാലൊക്കെ ആദ്യം തട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ മക്കളെ വിട്ട് കഴിഞ്ഞ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞാൻ വേറെ ഒന്നും അല്ല കേട്ടോ. അവരെ വിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറിയൊരു കോച്ചിങ്ങിനും കാര്യത്തിനൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ വിട്ടുകെട്ട് വേണം എനിക്കത് പോയി ചേരാൻ. അങ്ങനെയൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നടക്കില്ലെന്നും അറിയില്ല. ഓരോ സമയം ഓരോ സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ വിളിക്കുമ്പോഴും നമുക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ അവരുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി ഇപ്പോൾ എൻ്റെ ഒരു കരിയറിൽ ഒന്നും ആവാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു വിഷമം ഇട്ടെങ്കിലും ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ജീവിച്ചു പോകുന്നു. പഠിക്കാൻ അത്യാവശ്യം മോശമല്ലാത്ത ഒരാൾ തന്നെയായിരുന്നു കേട്ടോ ഞാൻ TTC വരെ പഠിച്ചതാണ്. അപ്പോൾ നല്ല മാർക്കോട് കൂടി തന്നെയാണ് ഞാൻ എക്സാമൊക്കെ പാസ്സായത്. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ വലിയ മോനുണ്ടായപ്പോൾ അങ്ങനെ നിർത്തി വെച്ചു. എങ്കിലും ഞാനത് അവന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാനത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ആനക്കായം മഞ്ചേരി സിദ്ദിഖി ആനക്കായം കോളേജിലാണ് ഞാൻ TTC ഒക്കെ പഠിച്ചത്. അങ്ങനെ 2 വർഷത്തെ TTC പഠിച്ചു. പിന്നെ കേട്ടത്തിൻ്റെ എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി കേട്ടോ. ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോയി. അപ്പോൾ ഒരു 3 സ്ഥലത്തൊക്കെ ഞങ്ങൾ ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ വെച്ചിട്ട് നിന്നു. പിന്നെ രണ്ടാമത്തെ ആൾ പ്രഗ്നൻ്റ് ആയപ്പോഴാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ പോയില്ല. പിന്നെ കിച്ചുവിനെ നമ്മളവിടെ സ്കൂളിൽ ചേർത്തി, LKG ചേർത്തി. അങ്ങനെ കിച്ചു 1 അങ്ങനെയൊക്കെ എത്തി. പിന്നെ സച്ചുട്ടനും സച്ചുട്ടന് 2 വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് അമ്പാടി ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടോ. അപ്പോൾ അത് ഒന്നും ഒരു പ്ലാൻഡ് അല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് പിന്നെ വീട്ടിൽ അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ അങ്ങോട്ട് ആയിപ്പോയി കേട്ടോ. പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച സമയത്തൊക്കെ മക്കളുടെ ഒരവസ്ഥ വിട്ടിട്ട് പോകാനും പറ്റാത്തത് കൊണ്ട് അങ്ങനെ അതൊക്കെ നീണ്ടു പോയി. പിന്നെ 1 മാസമൊക്കെ ഞാനിങ്ങനെ വേക്കൻസി ഒക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ പോവാറുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വല്ലാതെ ആയിരുന്നു കേട്ടോ. മക്കളുടെ കാര്യങ്ങളും ഒക്കെ കൂടെ. അപ്പോൾ അതാണ് നിർത്തി വെച്ചു. പിന്നെ അതോടുകൂടി നമുക്ക് വീട് പണിയും കാര്യങ്ങളും തുടങ്ങി. അപ്പോൾ ഏട്ടൻ നാട്ടിലില്ല, പിന്നെ അച്ഛനാണ്. അപ്പോൾ അച്ഛനൊറ്റയ്ക്ക് ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല വെച്ചിട്ട് പിന്നെ നമ്മൾ വീട് പണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നാട്ടിലായി. അങ്ങനെ പറഞ്ഞ് ഏതാണ്ട് 12 വർഷമായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്കത് ഭയങ്കര ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ അത്രയും പഠിച്ചിട്ട് നമ്മളൊന്നും ആവാതെ ആയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നാറുണ്ട്. എങ്കിലും നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതും അറിയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെ നിർബന്ധത്തിനാണ് എന്താ പറയുക PSC കോച്ചിങ്ങിനൊക്കെ ചേരണം എന്നുള്ളൊരു കാര്യമൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിൽ ഉള്ളൊരു ഗൃഹഭരണത്തിൽ അങ്ങനെ ജീവിച്ച് പോകുമ്പോൾ ഏട്ടനാണ് പറയുന്നത് പറ്റില്ല, എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും ആവണം, ശ്രമിച്ച് നോക്കാമല്ലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾ ഏട്ടൻ തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ഒരുങ്ങുന്നത്. അപ്പം അമ്പാടീനെ സ്കൂളിലും കൂടെ ചേർത്തി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയല്ലോ. പിന്നെ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോവാം, എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയെങ്കിൽ നമുക്കത് ചെയ്യാമല്ലോ. അങ്ങനെ പറഞ്ഞ് ഞാൻ എവിടെയൊക്കെ എത്തിയില്ലേ. മുകളിലെ 2 റൂമിൻ്റെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിച്ചൻ്റെ റൂമൊക്കെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഗ്ലാസ് റൂമിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് ക്ലീനാക്കിയിടുമ്പോൾ എപ്പോഴും ക്ലീനാക്കിയിടും. ഉപയോഗം കുറവാണെങ്കിലും ക്ലീനാക്കാൻ ഒട്ടും കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ മാറാലൊക്കെ തട്ടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിച്ച് കാലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് തുടയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് നല്ല പൊടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീഷോന്ന് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. അതവിടെ താഴെ കിടക്കുന്നത്. അപ്പോൾ അതവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കുകയോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ തന്നെ വേഗം തന്നെ
ആ റൂമിലും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കേട്ടോ. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കഴിഞ്ഞാലല്ലേ നമുക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റൂം അങ്ങോട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത റൂമിലേക്ക് കയറുള്ളൂ. പിന്നെ ലാസ്റ്റ് ഒന്നായിട്ട് നമ്മൾ മൊത്തത്തിൽ തുടച്ചങ്ങോട്ട് ഇടും. അങ്ങനെ 2 റൂമിൻ്റെ കാര്യങ്ങളും ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പില്ലോക്കൊക്കെ എന്താ പറയുക കവറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഹാളുണ്ട്, എന്താ പറയുക നമ്മുടെ സ്റ്റെയർ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കാനിട്ടത് അവിടെ മെഷീനിൽ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഹാളിലേക്ക് എത്തിയിട്ട് ഹാളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബുക്കുകളും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചു അവൻ്റെ ബുക്ക് വെക്കുന്ന ഡ്രോയർ അത് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാനത് വിളിച്ചിട്ടില്ലെങ്കിലും അവൻ എൻ്റെ കൂടെ വരും കേട്ടോ. അവനിങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇനി സച്ചു ആണെങ്കിലും ഒക്കെ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കും കേട്ടോ. അവർക്ക് ഇഷ്ടമാണോ ആയിട്ടാണോ അതോ ഞാൻ ഒറ്റയ്ക്കാണോ വിചാരിച്ചിട്ടാണോ എനിക്കറിയില്ല, അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും കേട്ടോ വേണ്ട പൊടിയാണ് കൂടണ്ടെന്ന് പറയും. ചില സമയത്ത് ഞാൻ തന്നെ അവരോട് എന്താ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല കേട്ടോ. കിച്ചു അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും വരുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ രാത്രിയൊക്കെ അടുക്കളയിൽ പാത്രം കഴുകണമെങ്കിലും അവൻ എൻ്റെ കൂടെ വന്നിരുന്ന് ജസ്റ്റ് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ നല്ല ശീലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടല്ലേ. അങ്ങനെ അവൻ്റെ ഡ്രോയറൊക്കെ ഞാനും അവൻ്റെ കൂടെ പെട്ടെന്ന് സഹായിച്ചാൽ അത് റൂമിൽ കൊണ്ടുവച്ചിട്ടോ. പിന്നെ റൂമൊക്കെ ഞാൻ അടച്ചിട്ടു, കാരണം ഇനി അങ്ങോട്ട് പൊടിയാവണ്ടല്ലോ. പിന്നെ ഷെൽഫൊക്കെ നന്നായിട്ട് പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളം കൂട്ടി തുടയ്ക്കാറില്ല കേട്ടോ, കാരണം നമ്മുടെ വെള്ളം കൂട്ടി തുടയ്ക്കാൻ കഴിയും എനിക്കറിയില്ല. കോളിനാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ കോളിൻ വെച്ചിട്ടാണ് നമ്മളെല്ലാം സ്പ്രേ അടിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, അത് തീർന്നിട്ടുണ്ട്. അങ്ങനെ ബുക്കൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബുക്കിൻ്റെ ക്രേസൊക്കെ ഉള്ളത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോയി വരുമ്പോൾ ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങും. ഒരുപാട് ബുക്കൊന്നുമില്ല, എങ്കിലും കുറച്ച് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കണ്ടത്. അപ്പോൾ ഞാൻ എന്താ പറയുക സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആർട്സിന് എല്ലാത്തിനും ഞാൻ കൂടാറുണ്ട് കേട്ടോ. ഡാൻസിനാണ് അധികം കൂടുക. പാട്ട് എനിക്ക് പാടാൻ കഴിയില്ല കേട്ടോ. എൻ്റെ സൗണ്ട് വെച്ച് പാട്ട് പാടിയ ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പോൾ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കളിക്കാറുണ്ട്. ഞാൻ ജില്ല വരെ നമ്മൾ എന്തായാലും തട്ടിമുട്ടി പോകും കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ അടിച്ചാലും അവിടെ വരെ എത്താറുണ്ട്. അതിനിടയിൽ വീണ്ടും ഒരു സാധനം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 2 കല്യാണക്കത്ത് എൻ്റെ ഏട്ടൻ്റെ, അതായത് നമ്മുടെ 2 വീട്ടിലുള്ള കല്യാണ കത്താണ് കേട്ടോ. 12 വർഷമായിട്ട് അതൊന്നും കളയാൻ തോന്നാറിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ അങ്ങനെയുണ്ട്, ഭയങ്കര എടുത്ത് വെക്കും. എങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എടുത്ത് വെക്കാൻ അങ്ങോട്ട് കളയും ചെയ്യും. അങ്ങനെയൊക്കെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ നമ്മോട് ചോദിക്കുന്ന പേപ്പറും കാര്യങ്ങളും ചിലപ്പോൾ നമ്മളത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മക്കളുടെ കിച്ചുവിൻ്റെ 5ാം ക്ലാസ്സിലത്തെ ബുക്കുകളും സച്ചുവിൻ്റെ UKGത്തെ ബുക്കുകളും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, കളയുന്നുമില്ല. അതൊക്കെ അവൻ്റെ പഴയ ബാഗിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ കുറച്ച് പേജുള്ള ബുക്കുകളൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ട് അവർക്ക് എഴുതി പഠിക്കാനും ചിത്രം വരയ്ക്കാനൊക്കെ ബുക്ക് ആവശ്യമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ബാഗിലാക്കിയിട്ട് അടച്ചിട്ട് അത് ഓപ്പൺ ടെറസിൽ കൊണ്ടുവച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ മെഷീനിലുള്ള ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളും അലക്കാനിട്ടതൊക്കെ അലക്കി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വിരിച്ചിട്ടു. അടുത്ത ട്രിപ്പിലേക്കുള്ളതും കൂടെ ഞാൻ അലക്കാനിട്ടു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ മുകളിലേക്ക് കയറി വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അടിച്ച് വാരി ഒക്കെ അങ്ങോട്ട് വാരി എടുത്തു കേട്ടോ. ലാസ്റ്റ് ഞാനത് തുടയ്ക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇട്ട റൂമിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുന്നുണ്ട്. കോളിനില്ല എങ്കിലും വെള്ളം വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. കോളി വാങ്ങിയിട്ട് ഒന്നും കൂടെ തുടയ്ക്കണം. പിന്നെ വീട്ടിൽ നിന്ന് വന്നതും കൂടിയല്ല, അപ്പോൾ എന്തായാലും നമ്മൾ തുടയ്ക്കും. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം അടച്ചിട്ട് വീടാവില്ല. അപ്പോൾ എനിക്കൊക്കെ ഉപയോഗിക്കാനൊരു മടിയാണ് കേട്ടോ. ഞാൻ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകി വയ്ക്കും, ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കിയിടും. അങ്ങനത്തെ ഒക്കെ ഭ്രാന്തുകളാട്ടോ എനിക്ക്. അങ്ങനെ എന്താ പറയുക, അപ്പോൾ മുകളിലത്തെ ഗ്ലാസ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂം തുടയ്ക്കാൻ കേട്ടോ. റൂമൊക്കെ തുടച്ചെടുത്ത് എന്നിട്ട് വേണം ഇനി താഴേക്ക് ചെല്ലാൻ. ഇതിൻ്റെ ഇടയിൽ ഈ മുകളിലത്തെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒന്ന് കഞ്ഞി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ചായ കൊടുക്കും. രാവിലത്തെ കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി കുടിക്കുക, പിന്നെ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് കൊടുക്കും കേട്ടോ. സമ്പാടിക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ വല്ലാണ്ട് ചക്കയും മാങ്ങയും കഴിച്ചിട്ടാണ് തോന്നുന്നു, വയറിന് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവന് കഞ്ഞി കൊടുക്കണം, ബാക്കി 2 പേർക്കും ചായ കൊടുക്കണം, പുട്ടും കറിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഗ്ലാസ് ഇട്ട് റൂം തുടച്ച് ആ ഡോർ അടച്ചിട്ടു, കിച്ചൻ്റെ റൂമും തുടച്ചു, ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഹോള് തുടയ്ക്കേണ്ട. അപ്പോൾ ഇനി നമ്മൾ ഹോളിൽ എന്താ പറയുക, നമ്മൾ അയൺ ചെയ്യുന്ന ടേബിളാണ് ഇട്ടത്. അപ്പോൾ അയൺ ചെയ്യാനൊക്കെ എനിക്ക് ഇവിടെ വരാൻ മടിയാണ്. അപ്പോൾ താഴെ ഞാൻ അയൺ ചെയ്യാനൊക്കെ സെറ്റാക്കി കേട്ടോ. സെറ്റാക്കി മീൻസ് ബെഡ് വെച്ച് അയൺ ചെയ്യാണ്. അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു. എന്താ പറയുക, നമ്മൾ ലാസ്റ്റത്തെ പിക്ചറാണ് കേട്ടോ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര മനസ്സിക്കൊരു സമാധാനം. അത്രയും നേരം നമ്മൾ പണിയെടുത്തൊരു കാര്യം ഉണ്ടായല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റെയർ റൂമിലേക്ക് ഇറങ്ങി. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് മക്കളെയും കയറ്റില്ല, ഞാനും കയറില്ല, കാരണം കുറച്ച് നേരം അത് അവിടെ ഉണങ്ങട്ടെ.
അങ്ങനെ കമ്പിയൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. ചെയറിലെല്ലാം തുടച്ചു, സ്റ്റെപ്പൊക്കെ തുടച്ച് താഴോട്ട് ഇറങ്ങി. പിന്നെ മക്കൾക്ക് വിശപ്പൊക്കെ അടക്കിയതിന് ശേഷമാണ് ഞാൻ അടുത്ത പണിയിലേക്ക് നിന്നത്. അപ്പോൾ റൂമിൽ നിന്നാണ്ട് തുടങ്ങി. എൻ്റെ ദൈവമേ, ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മടക്കി വെക്കാനുള്ളത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, അലമാരെല്ലാം മൊത്തം അങ്ങോട്ട് വലിച്ചിട്ടു. പിന്നെ കുറച്ച് നേരമൊക്കെ നിന്നിങ്ങനെ കുറച്ച് നേരം നോക്കി. ഇത് നമ്മൾ മീഷോന്ന് വാങ്ങിയത് കേട്ടോ, വളമിട്ട് വെക്കാനും കമ്മലിട്ട് വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് മുകളിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ സെറ്റ് ആവണില്ല. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ നടുക്കിലുള്ള ഷെൽഫ് എപ്പോഴും ഏട്ടൻ വരട്ടെ, അത് ഏട്ടന് വേണം. ഏട്ടന് അവിടെ ആങ്കർ വാങ്ങിയിട്ട് ഷർട്ട് തൂക്കിയിടണം എന്ന് പറയും. അപ്പോൾ എൻ്റെ ഡ്രസ്സുകളായിരുന്നു അവിടെ മൊത്തം. അപ്പോൾ ഞാനതൊന്ന് മാറ്റി. ഇനി ആൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏട്ടനതൊക്കെ നടുക്കിലേക്ക് വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കി മടക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ അവരുടെ യൂണിഫോം മാറിയിട്ടുണ്ട് കേട്ടോ, അവരുടെ പാറ്റേണിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പാൻറ്റ് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നൊരു യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു. അങ്ങനെ അലമാരയൊക്കെ സെറ്റാക്കി മടക്കി. കുറേ സാരികളൊക്കെ ഞാൻ അപ്പുറത്തെ അലമാരയിൽ കൊണ്ടുവച്ചിട്ടോ. അങ്ങനെ അലമാര മടക്കി കണ്ടപ്പോൾ ഒരു സമാധാനം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ നല്ല പൊടിയുണ്ട്, മുകളിലുള്ളതിനേക്കാൾ പൊടി താഴെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു മാസ്ക് ഉണ്ടായിരുന്നു എടുക്കാത്തത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനിതാ മാറാല തട്ടാൻ വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഞാൻ സ്റ്റൂളൊക്കെ വെച്ച് നോക്കിയിട്ട് എന്നെ കൊണ്ട് കഴിയണില്ല ഫാനുമത്തെ പൊടി തട്ടാൻ. പിന്നെ ഈ മാറാല തട്ടുന്ന കോലും കൊണ്ട് ഞാൻ കുറേയൊക്കെ തട്ടി കൊടുത്തു. പക്ഷേ ഫുള്ള് ക്ലീൻ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലെനിക്കൊരു സങ്കടമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തൃപ്തി ഇല്ലാത്തൊരു ഫീൽ എനിക്കുള്ളത് ഫാന് തുടയ്ക്കുന്ന കാര്യത്തിൽ മാത്രമാണ് കേട്ടോ. അതിന് എന്താ പറയുക, ഏട്ടൻ വരട്ടെ, ഏട്ടനൊരു പണി കൊടുക്കണ്ടേ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏട്ടന് വേണ്ടേ. അങ്ങനെ ഞാൻ അലമാരയൊക്കെ എന്താ പറയുക സെറ്റാക്കി മാറാല തട്ടി ജനലൊക്കെ ഒന്ന് തുറന്നിടാണ് കേട്ടോ. കുറേ ദിവസം അടച്ചിട്ടതല്ലേ. അപ്പോൾ ഒക്കെ ഒന്ന് തുറന്നിട്ട് പൊടികളൊക്കെ തട്ടണം. ഈ പൊടികൾ തട്ടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ കമ്പ് പൊട്ടി പോന്നിട്ടുണ്ടോ, സച്ചുട്ടനെ കളിച്ചതാണ് തോന്നുന്നുണ്ട്. എങ്കിലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. എല്ലാ വർത്തനം കൂടി ഒരുമിച്ചാണ് പറയുന്നത്. ലോങ് വീഡിയോ ആകുമ്പോൾ അങ്ങനെ കേട്ടോ, എന്തൊക്കെ പറയണം, എന്തൊക്കെയാണ് പറയേണ്ടത് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും. ഞാൻ പണിയെടുക്കണമെന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഫോട്ടോ കണ്ടോ, എൻ്റെ എന്താ പറയുക 19ാമത്തെ വയസ്സിലെടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത്. എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് അത്രയും ഫേവറേറ്റാണ് എൻ്റെ ഈ കണ്ണാടി എന്നുള്ളത്. അപ്പോൾ കണ്ണാടിയുടെ ഭാഗമൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് എന്താ പറയുക കഴിഞ്ഞ സ്പ്രേയുടെ കുപ്പിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടാത്തൊക്കെ ഒഴിവാക്കുന്നുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഉണങ്ങിയ തുണി എടുത്തിട്ടാണ് കേട്ടോ അവിടുത്തെ പൊടികളും തടം നനച്ച് തുടയ്ക്കുന്നില്ല. എന്താ പറയുക ബാത്റൂമിൽ തന്നെ ഇങ്ങനത്തെ ഒരു പാർട്ടീഷൻ്റെ ഇതിൽ വെച്ചതിൽ അതിലിങ്ങനെ പൊള്ള വെള്ളം തട്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളമില്ലാതെ ഉണങ്ങിയ തുണി കൊണ്ടാണ് അവിടുത്തെ പൊടിയൊക്കെ തട്ടിയത്. പിന്നെ കണ്ണാടിയുമ്പോൾ ഇങ്ങനെ പൗഡർ ചാടിയതും അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ചെടുത്തു കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തത്. ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടാത്ത സാധനങ്ങളും കഴിഞ്ഞ ഇതൊക്കെ എന്താ പറയുക ഒക്കെ സൺസ്ക്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വേണ്ടതൊക്കെ കളഞ്ഞു. ഐലൈനറിൻ്റെ കുപ്പി അങ്ങനത്തൊക്കെ വേണ്ടതൊക്കെ കളഞ്ഞിട്ട് വേണ്ടതൊക്കെ അവിടെ വെച്ചു. പിന്നെ പൊടിയൊക്കെ തട്ടട്ടെ, ബെഡിലെ പൊടിയൊക്കെ തട്ടണം. ബെഡ്ഷീറ്റ് ഞാൻ രാവിലെ തന്നെ അലക്കാൻ ഇട്ടതുകൊണ്ട് അവിടെ ബെഡില്ലായിരുന്നു. അപ്പോൾ ഈ ഫാനമത്തെ പൊടിയും റൂമത്തെ പൊടിയൊക്കെ ബെഡിലായിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തട്ടിയെടുത്തിട്ട് അതും ഒരു തുണി എടുത്തിട്ട് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ വേഗം തന്നെ റൂമൊക്കെ അടിച്ച് വാരി സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും ബെഡ്ഷീറ്റ് പുതിയത് വിരിക്കും. അലക്കിയിട്ട ബെഡ്ഷീറ്റുകൾ വിരിച്ചിടും കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ഇന്ന് മീനും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പച്ചക്കറിയാണ്. ഇനി പച്ചക്കറി വാങ്ങണം, കാരണം നമ്മൾ സാധനങ്ങൾ കുറവാണ്. ഇനി മക്കളെ വൈകുന്നേരം അവരുടെ മുടി വെട്ടാനൊക്കെ പോകണം. അപ്പോൾ എന്താ പറയുക കാര്യമായിട്ട് കറികളൊന്നുമില്ല, ചെറിയ ലഘു കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ പണിക്ക് നിന്ന് കഴിഞ്ഞാണല്ലോ അത് പെട്ടെന്ന് എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വിശപ്പും ഉണ്ടാവില്ല, ദാഹവും ഉണ്ടാവില്ല നമുക്ക്. അത് പെട്ടെന്ന് തീരണം. ഈ സമയത്തൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാണല്ലോ എൻ്റെ മാനം പോകും, കാരണം അത്രയും പരന്ന് കിടക്കുകയാണ് ഇവിടെ. പിന്നെ വേഗം തന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, തലേണൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ആ റൂമാണ്ട് തുടച്ചിട്ടില്ല കേട്ടോ. തുടക്കൽ ഇനി താഴെ ലാസ്റ്റ്. അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ഇതാക്കണു എന്താ പറയുക ബാക്കിയുള്ള മാറാല തട്ടി സച്ചുട്ടൻ്റെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇനി അത് സച്ചുട്ടൻ്റെ റൂമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ അവൻ്റെ ബുക്കുകളും കാര്യങ്ങളും കുറേ ഇവിടെ ഷെൽഫിലുണ്ട്. അപ്പോൾ അതും ഞാൻ വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുകയാണ് കേട്ടോ. അവരുടെ മുകളിൽ നമ്മൾ ബാക്കി ബുക്ക് വെച്ചില്ലേ ആ ബാഗിൽ തന്നെ കൊണ്ടുപോയിടുകയാണ്. പൊടികൾ തട്ടുകയാണ്, മിറർ തുടയ്ക്കുകയാണ്, അങ്ങനെ ഫുള്ള് തകൃതിയായ പണികളാണ്. ഇത് കണ്ട സച്ചുട്ടൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിനി വെക്കണമെങ്കിൽ അച്ഛനോട് പറയണം. പിന്നെ ആ റൂം അടിച്ച് വാരി പെറുക്കിയതിന് ശേഷം അവിടെയും ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു. എനിക്ക് ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ വിരിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ബെഡ്ഷീറ്റ് കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല. അത്യാവശ്യത്തിന് ഓരോ റൂമിലും ഈ 2 ബെഡ്ഷീറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ തലേണ കവറൊക്കെ ഇട്ടതിന് ശേഷം ഈ റൂം അങ്ങോട്ട് അടിച്ച് വാരി പെറുക്കി എടുത്തു കേട്ടോ.
ഇനി എല്ലാം കൂടെ വാരി പെറുക്കി കത്തിക്കാനുള്ളത് കത്തിക്കും. പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ ചാക്കിൽ കൊണ്ടുപോയിടും. പിന്നെ എന്താ പറയുക, വേണ്ടാത്ത പൊട്ടും പൊടികളൊക്കെ ഉള്ളതൊക്കെ അങ്ങോട്ട് ഇതാക്കിയിട്ട് ലാസ്റ്റ് അങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ റൂം രണ്ടും താഴത്തെ 2 റൂമും തീർന്നു. പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുത്തു, ഏട്ടനൊക്കെ ഒന്ന് വിളിച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ ഹോളിലേക്ക് പണിക്ക് നിന്നത്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എനിക്കെന്നെ മടുക്കില്ലേ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു, ചെറിയ വീട് വെച്ചാൽ മതിയായിരുന്നു അല്ലേ, ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ അറിയണമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ക്ലീൻ ആക്കിക്കോ, വേഗം ക്ലീൻ ആക്കിക്കോ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ആ ദുഷ്ടനുണ്ടല്ലോ ഫോൺ കട്ടാക്കി പോയി. പിന്നെ ഞാനിതാ എന്താ പറയുക, നമ്മളെ ടി വിയുടെ പാർട്ടീഷൻ, നമ്മുടെ ടി വിൻ്റെ ഇൻ്റീരിയറിൻ്റെ ആ ഭാഗമൊക്കെ ക്ലീൻ ആക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ആ ഷെൽഫ് തുറന്നപ്പോൾ അതിലില്ലാത്ത സാധനങ്ങൾ, അച്ഛനും അമ്മയും ഇല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും ആ ഷെൽഫിലുണ്ടായിരുന്നു. പിന്നെ മക്കളുടെ ടോയ്സ് അതൊക്കെ തുടച്ചിട്ട് അവിടെ സെറ്റാക്കി വയ്ക്കേണ്ടത്. ഇവർ കളിക്കാൻ വേണ്ടി എടുത്ത് കൊണ്ടുപോകും, പിന്നെ തിരിച്ചിത് ഇവിടെ എത്തില്ല. അങ്ങനെ പല സ്ഥലത്തു നിന്നതൊക്കെ കൂടെ പെറുക്കി കൂട്ടിയത്. ഇതിലേറെ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂടെ എവിടെയാണ് കൊണ്ടുവച്ച് എനിക്കറിയില്ല. ഇനി അടിച്ച് വരുമ്പോൾ അങ്ങനെ ഓരോ തലയ്ക്കെന്നും ഓരോ മുക്കുന്നും മൂലയിൽ നിന്നൊക്കെ അത് കിട്ടും. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടതൊക്കെ ആ ഷെൽഫിലേക്ക് തന്നെ ഇട്ടു. റിമോട്ടുകൾ, കാര്യങ്ങൾ, അല്ലാത്തതൊക്കെ അവിടെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. ഇനി വിളക്ക് വെക്കുന്നത്, അത് നമ്മുടെ പൂജയുടെ പാർട്ടീഷൻ ഞാൻ തുടയ്ക്കുന്നില്ല, കാരണം എൻ്റെ കൂലി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പൂജ ചെയ്യുന്ന അവിടെ, വിളക്ക് വെക്കുന്ന അവിടെ തുടയ്ക്കാനും നമ്മുടെ ഫോട്ടോസ്, വിളക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കണം. അപ്പോൾ നമ്മുടെ സോഫയുടെ കവറും കുഷ്യൻ്റെ കവറൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് അന്ന് 2-3-4 ട്രിപ്പ് അലക്കാനുണ്ടായിരിക്കും. അപ്പോൾ മൊത്തം അലക്കാൻ എടുത്തിട്ടാണ്. പിന്നെ സോഫ നീക്കണം. അപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ സോഫ നീക്കി ക്ലീൻ ചെയ്യുള്ളൂ കേട്ടോ. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നീക്കാനും പിടിച്ചിടാനും ഒക്കെ. അപ്പോൾ അതിൻ്റെ മക്കൾ വന്ന് കിടക്കുന്നുണ്ട്, അടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പാടിനെ അവരൊക്കെ റൂമിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടോ, അതിപ്പോൾ കുറച്ച് പാടാണ് നീക്കിയിടാനെങ്കിലും കാര്യമായിട്ട് പൊടികളും കാര്യങ്ങളൊന്നുമില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അവിടെ അതൊക്കെ നീക്കിയിട്ട് അവിടെ പൊടിയൊക്കെ തട്ടി, ജനലുമത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടോ. ഈ ജനലൊക്കെ തുറന്നിട്ടാലും അത് ഈ ക്ലീനിങ് കഴിഞ്ഞ് അതേപോലെ അടച്ചിടും കേട്ടോ. കാരണം എനിക്ക് കുറേ നേരം ജനൽ തുറന്നിടുന്ന ഇഷ്ടമല്ല. പുറത്തുനിന്നും പൊടി അടിക്കും. പിന്നെ വല്ല ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേറെ പണിയായിരിക്കും. അപ്പോൾ സോഫ നീക്കണ്ട, അതിന് ടൈലിന് വര വീണ്ട വിചാരിച്ചിട്ട് കിച്ചുവിനെ വിളിച്ചിട്ട് അവന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഹോളിൽ ക്ലീനിങ് മൊത്തം ഏകദേശം തീർന്നതിന് ശേഷം അവിടെ അടിച്ച് വാരിയിട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. പാർട്ടീഷൻ ഉണ്ട് അവിടെ, നമ്മുടെ ലിവിങ്ങിൽ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടീഷനത്തെ പൊടികൾ തട്ടണം. അപ്പോൾ കിച്ചു എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അവനതിൻ്റെ ഇടയിൽ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ തുടച്ച് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവനതൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം അവിടെ അങ്ങനെ നമ്മൾ കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് സ്വിച്ച് ബോർഡല്ലേ, അപ്പോൾ അവനതൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കസേര വെച്ചിട്ട് അവിടുത്തെ പാർട്ടീഷൻ്റെ ഇതൊക്കെ സെറ്റാക്കാണ്ട് അവിടുത്തെ പൊടികളും മാറാലകളൊക്കെ തട്ടി അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെ പണികൾ എടുക്കാൻ തുടങ്ങിയ ഒരുപാട് പണികളുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇത്ര പൊടികളുണ്ടെന്നുള്ളത് നമ്മൾ ഓരോ മുക്കും മൂലയും തട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അല്ലാതെ നമ്മൾ ഡെയിലി അടിച്ച് വാരി തുടയ്ക്കുമ്പോൾ ഇത്ര പൊടികളൊന്നും നമ്മൾ കാണാറുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ മുക്കും മൂലയൊക്കെ തുടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടികളും കാണും. അങ്ങനെ ലിവിങ്ങും ഡൈനിങ്ങും നമ്മുടെ ഫോട്ടോസ് വെക്കുന്ന ആ ഭാഗവും ഒക്കെ ക്ലീനിങ് കഴിഞ്ഞ് നമ്മുടെ ഹോളിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ. കുറേ സമയമായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നും, പക്ഷേ സമയം 1:30 ആയിട്ടോ. അപ്പം ഇനി ഈ പാർട്ടീഷനും കൂടെ, അതായത് നമ്മുടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഈ ഭാഗം കൂടെ ക്ലീൻ ആക്കിയിട്ട് വേണം അടിച്ച് വരുത് പെറുക്കിയിട്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ. അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ പിന്നെ പണി ഏകദേശം തീർന്നു കേട്ടോ. പിന്നെ ഒന്ന് നമ്മൾ തുടച്ചിട്ടാൽ മതി. അപ്പോൾ തുടയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, വേറെ ഒന്നുമല്ല. ഞാൻ അടുക്കളയുടെ ക്ലീനിങ്ങും കാര്യങ്ങളും മൊത്തം തീർന്നതാണ്. രാവിലെ ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ അടുക്കളേൻ്റെ ക്ലീനിങ് ഞാൻ തീർത്തു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, സോറി. അപ്പോൾ പിന്നെ നമുക്കിനി മുടി വെട്ടിക്കാൻ പോകണം മക്കളെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു 3:30-4 മണിയാകുമ്പോൾ നമ്മൾ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 മണിക്ക് നമ്മളോട് വരാൻ പറഞ്ഞതാണ് കേട്ടോ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അടിച്ച് വാരി തുടച്ചിട്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കുളിച്ചു കടയിലേക്ക് മുടി വെട്ടിക്കാൻ പോകാനായിട്ടുണ്ടായത്. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു 3/4 ഭാഗം എൻ്റെ ക്ലീനിങ് തന്നെ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രം കേട്ടോ ഞാൻ മുന്നോട്ട് പോകേണ്ട. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.